ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ കഴിച്ച് നമ്മളിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വേറൊരു 1v1 കളിക്കാൻ പോകും. ഈ ഫ്രണ്ടിൻ്റെ ഒരു ഏതെന്ന സെക്കൻഡ് കളി കളിക്കുന്നത്. അപ്പം അവൻ്റെ ടീമിനെയൊക്കെ കാണിക്കാം. അപ്പം കിടിലൻ കളി. ഇപ്പം നമ്മൾ മാച്ചിലോട്ട് പോകും. ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ ടീം. ഞാൻ പുതിയ ലെഫ്റ്റ് മിഡിൽ എടുത്തായിരുന്നു. ഇതാണ് എൻ്റെ ടീം. ഡിഫൻസ് ഒക്കെ കൊള്ളാമെങ്കിലും അറ്റാക്കിങ് അത്ര പോരാ. ഫീൽഡും കുഴപ്പമില്ല. ഇബ്രാഹിമോവിച്ച് നമുക്കിന്ന് തോപ്പിക്കണം. പന്തെടുത്തേ. ഞാൻ എന്തായാലും തോപ്പിക്കും. തോപ്പിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലേ നമുക്ക് നാണക്കേടാ. ഒന്നുമില്ല. സാൻജോ തന്നെ ചെയ്തു. ഫെർണാണ്ടസൊക്കെ അവിടെ ഇരിക്കും. നീ ഓടുന്ന മുത്ത് സാൻജോ. ഗാർസിയ സ്റ്റെയിൻ ഇട്. ചെക്കൻ്റെ ബ്ലോക്ക് ചെയ്യാണ്. കവിട്ടച്ചിട്ട് അടിച്ചേ ചെക്കൻ. ഊനോ മെൻഡസേ എടുക്കണം. സാൽസ് ഫൗള് അവളെ പിടിച്ചു വെച്ച്. ഇബിനസ് ഇല്ലാതെങ്കിൽ പണി കിട്ടിയാണ്. ഇബിനസ് തന്നെ അടിച്ചത്. ആളിയ പണി കിട്ടി. ഇല്ല പാസ്. ഫൗളല്ലേ ഇത്? പെനാൽറ്റി അല്ല, ഫ്രീ കിക്ക്. ബ്ലോക്ക് വീണു. സിമ്പിൾ ഗോൾ. എനിക്കറിയാം അങ്ങോട്ട് ഇടുമെന്ന്. എൻ്റെ കീപ്പർ അങ്ങോട്ട് പോയപ്പോഴേ എനിക്ക് ഇബ്രാഹിമോവിച്ചിനെ ഇറക്കണ്ട താഴത്തേക്ക്. ചെക്കൻ അറ്റാക്ക് ചെയ്യുന്നു. ഇബിനസ് ഡിഫൻസ് ഓട്ടി. ഞാൻ നോക്കിയില്ല. പിടിച്ച പാസ് കറക്റ്റ് ടൈം പാസ്. അത് ഇപ്പം തന്നെ തിരിച്ചുകൊണ്ട് അടിക്കും. അടിച്ചില്ലേ പേര് നമ്മൾ മാറ്റും എന്ന് പറയുന്നില്ല. ഓക്കെ, വാർഡി അവൻ ഇറങ്ങിയപ്പോൾ തന്നെ മാച്ച് ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ 2 മാച്ച് കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കും. അവനും ആദ്യം ഇളക്കി. വാർഡി ഇപ്പുറത്ത് വേണ്ട, യൂസി ഇപ്പുറത്ത്. സാൻജോനോടെ കളിച്ചോ. റാഫീന അവൻ്റെ മെയിൻ പ്ലെയർ. അവൻ ഏറ്റവും ഹൈലൈറ്റഡ് പ്ലെയറാണ് എൻ്റെ ടീമിൽ. പാസ് വേണ്ടായിരുന്നു, തൂട്ടാൻ മതിയായിരുന്നു. തൂടുമ്പോഴും പറ്റുന്നില്ലല്ലോ. അടിപൊളി. സാൻജോയ്ക്ക് ഇനി വല്ലതും ചെയ്യാൻ പറ്റും. സാൻജോയെ കൊണ്ട് ഓട്ടം ഓടിച്ചാലോ അങ്ങോട്ട് പോസ്റ്റിലോട്ട്. സാൻജോ എന്ത് ഞാൻ അടി കളഞ്ഞ അറിയാതെ. കീപ്പർ ഇവന് പാസ് ഇടും. ഇവൻ ബാക്ക് പാസ് ഇടാൻ നോക്കി.
അവനെ റീഡ് ചെയ്യാൻ. എന്തിനാണോ റെയിൻബോ ഫ്ലിക്ക് ഇടുന്നത് അവിടെ? ഞാനുള്ളത് റെയിൻബോ ഫ്ലിക്ക് ഇടാനല്ല കൊടുത്തത്. കളി ഔട്ടായില്ലോ, ഔട്ടാകാല്ല, തീരാതായല്ലോ. ഓ ഇങ്ങനെ സർവാണ് രക്ഷപ്പെട്ടു. എന്നാൽ ഫ്രീക്കിക്ക് പക്ഷേ ഫ്രീക്കിക്ക് നമ്മുടെ ഇനി നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഗാർസിയൊക്കെ ഇനി വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. കളി അവസാനിക്കാതായപ്പോൾ കളിക്കുന്നുണ്ട്. പോയിട്ട് പോരാ. ശരി, ഫൗളോ? ഇവിടെ നിന്നും അവൻ അടിച്ചു വെച്ചാൽ വാസരത്തുണ്ട്. ഗോളായാലും ഈ കളി നമ്മൾ പറ്റിയത് ലാസ്റ്റ് മിനിറ്റും കീപ്പർ സേവ് ഇട്ടുകൊണ്ട് മാത്രം നമ്മൾ കളി ജയിച്ചു. പുതിയ സേവ് നമ്മളെ കീപ്പർ. പക്ഷെ നമ്മളെ മാച്ച് തീർന്ന് 1-1 നമ്മൾ ഒരു മാച്ച് കൂടെ കളിക്കാം. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു മാച്ച് കൂടെ കളിക്കാൻ. അടുത്ത മാച്ച് നമുക്ക് എങ്ങനെ അവനെ തോപ്പിക്കണം. അടുത്ത മാച്ച് നമ്മൾ എങ്ങനെ തോപ്പിക്കും. ഓക്കെ, മാച്ച് ഈസ് ഗോയിങ് ഓൺ. 108, 108, 103, 107, 105. നമ്മൾ ഒറ്റുള്ള എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യും. ഇനി കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിലേ ആയിട്ടുണ്ട്. അത് ഞാൻ ടീം കളിച്ച് സെറ്റാക്കണം. എനിക്കിങ്ങനെ ഒറ്റുകളോ എപ്പോഴും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കളിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എബ്രഹാമോവിച്ച് Yasin pass to Ibrahimovic, Stein pass to Sancho. Sancho is running. Single goal from Sancho. Celebration of the single goal. ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഗാർഡ്സ് എടുത്തില്ല. ഹാഫീന പാസ് ഫെർണാണ്ടസിൻ്റെ ബാക്ക് പാസ്. പുയോൾ. പെനാൽറ്റി അല്ല, ഞാൻ കരുതി അവന് പെനാൽറ്റി ആയിരിക്കും. ഓക്കെ, സാൻജോ ഡബിൾ ടച്ച്. ഫൗളല്ലേ? നമ്മളെ ഫൗൾ ചെയ്തേ. സാൻജോ എന്തേ? ഗാർസി കൂടെ സാൻജോ burn to. Okay, Ibrahimovic pass goal. സാൻജോയുടെ അടുത്ത ഗോള്. ഇത് പോയാൽ സൂക്ഷിച്ചു. ഓഫ്, ടാക്കിൾ ചെയ്തിട്ട് ചെക്കൻ. ന്യൂനോ മെൻഡസ് കിടിലൻ ടാക്കിൾ ചെയ്തുണ്ട്. സ്റ്റെയിൻ ഫെർണാണ്ടസ്. കീപ്പറൊന്ന് പോയി എടുക്ക്. കൈകൊണ്ട് എടുക്കാന്നല്ലേ ഉള്ളതൊക്കെ.
സാൻജോ ഈസ് റണ്ണിങ്. സാൻജോ പക്ഷെ കിടില തന്നെയായിരുന്നു, ഡബിൾ ടച്ച് ഇട്ട്. പന്ത് കാലിൽ മുട്ടിയോണ്ട് അതിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഗുൽസി ലേസിനെടുത്ത് പാസ് എടുത്തു. പക്ഷേ ഹാഫ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ആഫീന ചെത്ത് കളി കളിക്കുന്നു. ലുക്കാസ് ടൈം ടു ടാക്കിൾ സാൻജോ. കീപ്പർ എന്തോ കാണിച്ചവിടെ. ലുക്കാസ് ഫൗളല്ലേ ഇതൊക്കെ? നമുക്കോ എവിടെ ഫൗൾ ചെയ്യാൻ? സാൻജോ ഒന്ന് എടുക്കടാ. സാൻജോ എടുത്തോ. ഫെർണാണ്ടസ് ഒക്കെ അവിടെ ഇന്നോളൂ. ഓക്കെ, ഗോൾ. കുടിയൻ ഗോൾ സാൻജോയുടെ കഴിഞ്ഞു. ആ പാസ് ഉണ്ടായിരുന്നു. ഞാൻ കഴിയോടെ പോയതെന്ന് വെച്ചിരുന്നപ്പോഴാണ് പുയോളുടെ പാസ്. സാൻജോ അങ്ങനെ ഡബിൾ ടച്ച് ഇടുന്നു. ഞാൻ ഡബിൾ ടച്ചിന് കൊടുത്തു, പക്ഷേ അത് വന്നില്ല. ഡബിൾ ടച്ച് ഇട്ടാൽ ചിലപ്പോൾ അത് കൊണ്ടുപോയനെ. വാർഡി ഇറക്കുന്നില്ല. വാർഡി ഇറക്കുമ്പോൾ നമ്മൾ കളി നോക്കുന്നുണ്ട്. 3-4 ചിലപ്പം ക്ലീൻ ഷീറ്റ് വേണം. ആയിക്കോട്ടെയാ ഇല്ല, ആർക്കോ ഇട്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. സ്റ്റെയിൻ ഓക്കെ. സാൻജോടത്ത് എൻസോ ഫെർണാണ്ടസിനെ കയറ്റി. പുയോൾ സാൻജോയ്ക്ക്. സാൻജോ പുയോൾ ഞാൻ വെച്ചാണ് അവൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറ്റിയത്. ബുദ്ധി ഉപയോഗിച്ച് ഫുൾ ടൈം ആയിട്ടുണ്ട്. നമ്മൾ 3-3 തോപ്പിച്ച്. ഓക്കെ, നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഒരു മാച്ച് കൂടെ കളിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം നമ്മളെ സ്ട്രൈക്കറിനെ ഒന്ന് മാറ്റാം. അല്ല, ഈ ടീമിൽ തന്നെ കളിക്കാം. എല്ലാവരെയും പിടിച്ച് ഔട്ട് ഓഫ് പൊസിഷൻ ഇട്ടാലോ? എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സാൻജോ മാത്രം കറക്റ്റ് പൊസിഷൻ. ഞങ്ങൾ ചെയ്യുന്നില്ല. കളി നോക്കേണ്ട വെറുതെ. ഓവർ കോൺഫിഡൻസ്. അവന്മാരുടെ കിക്ക് ഓഫ്. ആഫിനെ ഇവിടോട്ട് ഇടത്തില്ല, ബാക്കിലോട്ട് അടിച്ചു. അവൻ സ്കിൽ മൂവ് യൂസ് ചെയ്ത് കളിക്കുന്നു. പിന്നെ സാൻഡി അവിടെ പോയതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. ആദ്യത്തെ ഒന്നോട് ഭാഗ്യം. ആരെ ഫൗള്? ഇങ്ങോട്ടല്ലേ? അങ്ങോട്ടാ. ഈ ഒന്ന് സ്പീഡ് ഓടിയുന്ന ആ പന്ത് നമുക്ക് എടുക്കാമായിരുന്നു. നീ എന്തിനാ വന്നെടുക്കാൻ വന്ന അവിടെ? സാൻജോ കളിച്ച് കയറത്തില്ലായിരുന്നു.
സ്കിൽ മൂവ് യൂസ് ചെയ്യാൻ നോക്കിയതാ, നടന്നില്ല. ജസ്റ്റിൻ ഡിഫെൻഡ് ചെയ്തു. പോടാ സാൻഡ് അടുത്താണോ കളി? അവൻ ഡബിൾ ടച്ച് ഇട്ടു, പക്ഷെ പന്ത് കാലിലില്ലായിരുന്നേ ഉള്ളു. ഞാൻ നമ്മളെടുത്തു. ഹാഫ് ടൈം 1-0. നമ്മളെ തോയി കളിച്ചു കഴിഞ്ഞു. അയ്യോ പണി കിട്ടി. അറിയാമെങ്കിൽ ആ ചെക്കൻ കളിക്കും കേട്ടോ. എന്ത് പാസ്സാകും. അടുത്ത ഗോൾ എങ്ങനെയും പെട്ടെന്ന് പതുക്കെ കളിച്ചാൽ മതി, സമയമുണ്ട്. സാൻജയ്ക്ക് മാത്രം അവസരം കൊടുക്കാതെ ബാക്കിയുള്ളവന്മാരോടെ കളിപ്പിക്കാൻ വന്നേക്കണം. ചാഞ്ച വെട്ടിച്ചാണ്ടോ പിള്ളേരെ. ആരുടെയോ കായത്തട്ടി ബ്ലോക്ക് ആയെന്ന് സംശയം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം ഷോട്ടത്തേക്ക് പവർഫുൾ അല്ലായിരുന്നു. ഇബ്രാഹിമോവിച്ച് അത് എടുത്തതന്നെ കൊള്ളായിരുന്നു. സേവ് ലാസ്റ്റ് മിനിറ്റ് സേവ്. അതും സേവ് കയ്യിലോട്ട് തന്നെ അടിച്ചു കൊടുത്തു. ലാസ്റ്റ് മിനിറ്റ് ഒരു ഗോൾ അടിക്കായിരുന്നു. മാച്ച് ഗോളായി. ഒരു മാച്ചുകൂടെ കളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം പിന്നെ നമുക്ക് റിക്വസ്റ്റ് ഇട്ട് ഇതിലെന്തായാലും തോപ്പിച്ചു വേണം. ഓക്കെ വരുന്നില്ല ചെക്കൻ. കണക്റ്റിംഗ് ടു സെർവർ. ഓക്കെ ചെക്കൻ വന്ന്. സാൻജ് പിടിച്ചാൽ കളിയടാ. അവന് റാങ്ക് അപ്പ് ചെയ്ത് അങ്ങനെ 108 ആക്കണം. സെറ്റാവും. ഡുങ്ക ആ ഡുങ്കി ഒന്ന് എടുക്കണം. ഇത് ഞാൻ കളിച്ചാൽ മതി.
റൈറ്റ് മിഡ് ലെഫ്റ്റ് മിഡിന് നമ്മൾ പയൽസിനെ എടുക്കാൻ പോവാം. അത് ഇച്ചിരി പൈസ വേണം. സാഞ്ച് ഇങ്ങനെ കൊണ്ട് കളയല്ലേ, നീ കിടിലാന്നൊക്കെ പറയുമ്പോൾ തന്നെ നീ കൊണ്ട് കളയും. ഓ സ്ലൂന വണ്ടി ബാക്കിലുണ്ട് സ്ലൈറ്റായിട്ട്. ഡുങ്ക നമ്മളിത് കൗണ്ട് അറ്റാക്കല്ല. നമ്മളെ പാസ് ഇട്ടായിരുന്നു. നീ ഡുങ്കയ്ക്ക് പാസ് ഇടുന്ന എന്തിനാ? ടീമേറ്റിനിട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ലോങ് റേഞ്ച് പവർ ഷോട്ട് അടിച്ചു കൊടുക്കാം. സാൻജോ എന്തേ? സാൻജോ നീ തന്നെയാണോ ഇത്? സ്കില്ല് ഇടാൻ കളക്ട് ചെക്കാൻ അറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ 1-0 നേരത്തെ കളി ആയിട്ടായിരുന്നു, പിന്നെയാണ് അടിച്ചു കയറിയത്. പിന്നെ നമ്മൾ വിട്ടു കൊടുക്കില്ല, ഇനി നമ്മൾ ഗോൾ അടിക്കണം. ഓക്കെ സാൻഡ് അടിച്ചു കയറി കഴിഞ്ഞു. ഓഫ് അതെ ചിലപ്പോൾ ഡബിൾ ടച്ച് ഇട്ടായിരുന്നു കൊള്ളായിരുന്നു. എസ്സിൽ അങ്ങനെയൊന്നും വിടത്തില്ല. സാൻഡ് ആയാലും ഞാൻ പാസ് കൊടുത്തേ, പക്ഷെ നടന്നില്ല അവിടെ. സാൻജയെ കൊണ്ട് സോളാൻ ഗോൾ അടിപ്പിക്കണമെന്ന്. ഓ ഒന്ന് ഓടി കയറിയിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പെനാൽറ്റി ആണോ? ഫ്രീ കിക്ക്. വാൾഡ് വന്ന് നിന്നുണ്ടായിരുന്നു. ഞാനവിടെ പാസ് ന്യൂനമെൻഡസിന് അഫീനൊക്കെ നോടി തോപ്പിക്കാൻ പറ്റില്ല. ഓ കളി നമ്മൾ ജയിച്ച്, ഗോൾ അടിക്കാൻ പറ്റിയില്ലേലും.
യെല്ലോ കാർഡൊക്കെ തരും നമുക്ക്. ഇനി നമുക്ക് ഡ്രാഗൺ ബോക്സിൻ്റെ ഇവൻറ്റിൽ പോയിട്ട് ഇവിടെ ഗാലറിയിൽ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. എൻ്റെ 150 ഷാർട്സ് ഉണ്ട്. അതിനകത്തല്ല, ഗാലറി 2-നകത്ത് 150 ഷാർട്സ്. 160 ഇപ്പോൾ അത്. 200 ആയത് നമുക്ക് ഡെലാപ്പല്ല. സി ഡി ഒന്നും വേണ്ട, നമുക്ക് ഇന്നത്തെ അറിയാൻ വേണ്ടല്ലോ. സി ഡി എടുത്ത് കൊടുക്കാം. റിവാർഡ്സിനകത്ത് എനിക്ക് കുറച്ച് ചെയ്യാനുണ്ട്. പാക്ക് ഓപ്പൺ ചെയ്യാം. ജെൻസിന് കളക്ട് ചെയ്യാം. 200 500 400 10 മൈറ്റീവിൻ്റെ ഷാർട്സ്. അൺലോക്ക് ആഫ്റ്റർ ക്ലെയിമിങ്. ഇനി നമുക്ക് 1 2 3 4 5 6 6 ഉണ്ട്. ഇതും നേരം കൊണ്ട് വിശ്വസിക്കുന്നു. ഇതാ സെറ്റ് ചെയ്യാം. മാച്ച് മേക്കിങ് ചിക്കൻ ബോയിൽ വന്നു. 2 ഇട്ടപ്പം എനിക്ക് ഈ ജാബ് സ്റ്റാമിനെയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. CF ബിസിനസ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. സാൻഡ് അഴിച്ച് ആടെ കാലിലെ വെള്ളം കൊണ്ട് പോസ്റ്റ് വന്ന് കീപ്പർ കിടക്കുന്ന കൈകൊണ്ട് ഗ്രീസി ഹെഡ് ഗോൾ ഡിഫ്ലക്റ്റായി വന്നത് ഹെഡ് ചെയ്തു. എൻസോ ഫെർണാണ്ടസ് മറിഞ്ഞു. എൻസോ ഫെർണാണ്ടസ് തന്നെയാണ്. അയ്യേ, സിമ്പിൾ ഗോൾ. കീപ്പർ പോലും ഇറങ്ങി വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി. ആദ്യം ആളെ സ്പ്രിന്റ് ചെയ്തോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, സാഞ്ചയെ കൊണ്ട് ഒറ്റ ഓട്ടം ഓടാറുണ്ട്. ഹാഫ് ടൈം 1-0. ഒരെണ്ണം അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. സാഞ്ചയെ കൊണ്ട് മാത്രം കളിപ്പിക്കുന്നുണ്ടാകും തോന്നുന്നു. ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും കൊണ്ട് ഇനി കളിപ്പിക്കാം. സ്ട്രൈക്കറിനെ മാറ്റി. ഈ സാൽസ് ആരാ കുഞ്ഞിതൊക്കെ?
സേവ് ഇട്ട് ഈ പവർ ഷോട്ട് അടിക്കുമായിരുന്നു, വെറുതെ അടിച്ചുകൊണ്ട് കളഞ്ഞു. സ്റ്റെയിൻ എടുത്തായിരുന്നു, അത് കൊള്ളായിരുന്നു. മറിഞ്ഞു വീഴുന്നിടത്തൂടെ തന്നെ ഓടി. ഓഫ് സൈഡാ, അല്ലെങ്കിൽ ഓഫ് സൈഡായി. ഞാൻ പവർ ഷോട്ട് അടിക്കാൻ എല്ലാം കൊടുത്തത്. ഓപ്പൺ സ്പേസ് കിട്ടുന്നില്ലല്ലോ. എൺപത്തഞ്ചാമത്തെ മിനിറ്റ് വിസിലും വരും. തൊണ്ണൂറ് മിനിറ്റിൻ്റെ വിസിലടിക്കുമ്പോൾ ഇതേ രക്ഷയുള്ളു. രണ്ട് ഓടിച്ചു കഴിഞ്ഞില്ല. 90 മിനിറ്റ് ബസ്സിൽ വരുന്നതുകൊണ്ടാണ് 2 ഓടിച്ചു. എനിക്ക് ആദ്യം അങ്ങ് പഠിച്ച പോകത്തില്ല, അതാണ് ഞാൻ ക്ലാസ് പഠിച്ചത്. നേരത്തെ ട്രൈ ചെയ്തൊക്കെ വന്നു. ഈ മാച്ച് കൂടെ കഴിയുമ്പം നമ്മൾ വീഡിയോ നിർത്തും. ഓക്കെ, മാച്ച് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ വേറെ വീഡിയോ കാണാം. ഓക്കെ, ബൈ.